ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സേഫായിരിക്കുന്നു. മഴ പെയ്യൊന്നും അല്ല കേട്ടോ, എൻ്റെ മക്കൾ നനഞ്ഞു കുളിച്ചിരിക്കുകയാണ്. അതായത് അവർക്ക് ഉള്ള വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് പറയുക, വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു വിനീസ് കിച്ചൺ വൺസ് അഗെയിൻ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ദിവസം, അതായത് നമ്മുടെ ഫ്രൈഡേ ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വെള്ളിയാഴ്ചത്തെ പൂജയൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ പൂജ, വെള്ളിയാഴ്ചത്തെ പൂജ കിച്ചാപ്പുവാണ് ചെയ്തത്. അതായത് എന്താ പറയുക, അവൻ കുഴപ്പമൊന്നുമില്ല, അവൻ എല്ലാം നേരത്തേക്ക് എണീച്ച്, അത്രയും നേരത്തെ എണീച്ച് വന്നിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ എന്താണ് പറയുക, എല്ലാവർക്കും അറിയാം നമ്മുടെ കിച്ചൺ ഗാർഡൻ നമ്മൾ എല്ലാപ്പോഴും കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് വെള്ളം കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു മണ്ണിന് ഇത്രയും നല്ലൊരിത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഞാൻ സെൽഫ് ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള സ്പ്രിങ്ക്ലേഴ്സ് ഒന്നും വെച്ചിട്ടില്ല. നമ്മൾ ഇങ്ങനെ തന്നെ കൈകൊണ്ട് തന്നെയാണ് 2 നേരം വെള്ളം അവർക്ക് കൊടുക്കുന്നത്. ബിക്കോസ് എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് വല്ല വിഷമങ്ങളുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ടാൽ മാത്രമേ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനുള്ള പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊരു ഗാർഡനറെ ആയിക്കോട്ടെ വേറെ ഒരാളുടെ അടുത്തും ഏൽപ്പിക്കാറില്ല. സ്വന്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വെള്ളം കൊടുത്ത് ഓരോന്നും അവർക്ക് വേണ്ട കാര്യങ്ങൾ നോക്കിയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾക്ക് കാണുന്ന സമയത്ത് എന്താ ഒരു ഭംഗി, എന്താ ഒരു രീതിയിൽ നിൽക്കണത് എന്നൊക്കെ തോന്നിക്കുമെങ്കിലും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. മനസ്സ്, കയ്യ് എല്ലാം ഒരുപോലെ നമ്മൾ പ്രവർത്തിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. എന്നാലും അത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കാറേ ഇല്ല. ഇനി അന്നത്തെ ദിവസം നമുക്ക് ഒരു 250 തോന്നുന്നു, അതെ, ഒരു 250 വടയുടെ ഓർഡറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഉഴുന്ന് വടയുടെ ഓർഡറാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഉഴുന്ന് വടയ്ക്കെല്ലാം അരച്ചു വെച്ചു. തണുത്ത വെള്ളം ആക്കിയിട്ട് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള ഒരു കാര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കണം. എന്താ വെച്ചാൽ 250 വട ആവണ്ടേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയം എടുത്തിട്ടാണ് ആവുക. അപ്പോൾ ഞാൻ ഓൾറെഡി അതിൻ്റെ പ്രോസസ്സ് ചെയ്തു. അവർക്ക് നമ്മുടെ കോക്കനട്ട് ചട്നി, അതായത് വെറും വെള്ള ചട്നി വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ചൂടായിട്ട് വട ഉണ്ടാക്കിയിട്ട് ഒരു എന്താ പറയുക, ആ മണം തന്നെ ഒരു സൂപ്പർ മണമാണ്. എൻ്റെ എപ്പോഴും പറ്റുന്ന ഒരു കുഴപ്പം എന്താണെന്നറിയോ, ഞാൻ ഈ വട ഉണ്ടാക്കും, എനിക്കറിയാം എക്സ്ട്രാ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ കുറച്ച് വട ഉണ്ടാക്കി വെക്കുക. ബിക്കോസ് ഇവിടെ കണ്ണേട്ടനായാലും കിച്ചൂനായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മിക്കവാറും ആൾക്കാർ സാമ്പാർ ചട്നി വേണമെന്ന് പറയാറുണ്ട്, ചില ആൾക്കാർ വേണമെന്ന് പറയാറില്ല. ഇന്ന് ചട്നിയും കൂടി ആയപ്പോൾ എനിക്ക് സന്തോഷമായി. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു 2-3 വട നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അങ്ങേയറ്റം വയറും നിറയും, നല്ല തൃപ്തിയായിട്ടുള്ളൊരു ഫീലിംഗാണ്. എനിക്ക് ഈ ഒരു സംഭവത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് ഈ സോഡ അതൊന്നും ഇടാതെ തന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു കോൺഫിഡൻസും, അല്ലെങ്കിൽ അതായത് ഫ്രഷാണ് എന്നുള്ള ഒരു കോൺഫിഡൻസ്. ഏത് എണ്ണയിൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണോ, നെഞ്ഞരിഞ്ഞിട്ട് വയ്യ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചാലല്ലേ. നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഒരു സംഭവം അതുകൊണ്ടാണല്ലോ ആ ഹോം കുക്ക് ഫുഡിന് അങ്ങനെ ഒരു പ്രത്യേകത വരുന്ന ഒരു കാര്യം. നമ്മൾ എന്തുകൊണ്ടാണ് ഹോം കുക്ക്ഡ് ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇന്നത്തെ കാലത്തെ ആൾക്കാർ? കാരണം ഇതാണ്, കമേഴ്ഷ്യലായിട്ട് എന്താണ് പറയുക, പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനും ഒരു ഹോം കുക്ക്ഡ് ഫുഡും ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് കഴിക്കുന്നതിന് നല്ല വ്യത്യാസമുണ്ട്. സോ അതെല്ലാം നമ്മൾ ഉണ്ടാക്കി ആ പർട്ടിക്കുലർ ടൈമിന് മുമ്പ് തന്നെ, ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി വിനീസ് കിച്ചൺ എപ്പോഴും 1 hour മുമ്പ് തന്നെ ക്ലയൻസിന് മെസ്സേജ് അയക്കും. ലൈക്ക് നിങ്ങളുടെ ഫുഡ് റെഡിയാണ്, നിങ്ങൾ എന്തായാലും വന്നിട്ട് നിങ്ങളുടെ സൗകര്യത്തിന് എടുത്തോളൂ, ഫുഡ് റെഡിയാണ് എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അവർ വന്ന് എടുത്തിട്ട് പോണ സമയം അത് അവരുടെ ചോയ്സ്. അവർ പറഞ്ഞതിനെക്കാട്ടിലും 1 hour ബിഫോർ നമ്മൾ എപ്പോഴും അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. ഇല്ല ഞാനാണ് ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 hour ബിഫോർ തന്നെ നമ്മൾ ഡെലിവറി കൊടുത്തിരിക്കും. അതിന്ന് ഞാനൊരു വട എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ചട്നി ഒഴിച്ചു. എന്നിട്ട് ഞാൻ ക്രിസ്പിനെസ് കാണിച്ചു തരാം.
സൂപ്പറായിട്ടില്ലേ? അടിപൊളിയാണ്. വിനീസ് കിച്ചണിൽ നിങ്ങൾ മെതുവട ഓർഡർ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അതൊക്കെ കഴിഞ്ഞു. വൈകുന്നേരത്തോട് കൂടിയിട്ട് നമുക്കൊരു അതായത് ഒരു 8 വയസ്സ് പ്രായമായിട്ടുള്ള മോൻ്റെ പിറന്നാളിൻ്റെ ഓർഡറായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് കോംബോ ബോക്സസ് ആണ് വേണ്ടിയിരുന്നത്. ചോദിച്ച ഐറ്റംസ് എല്ലാം തന്നെ കോംബോ ബോക്സസ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. അതായത് കൊറിയൻ ബൺസ്, വെജ് പഫ്, ചിക്കൻ പഫ്, അതേമാതിരി തന്നെ നഗറ്റ്സ്, വെജ് നഗറ്റ്സ്, ചിക്കൻ നഗറ്റ്സ്, പിന്നെ ജ്യൂസിൻ്റെ പാക്കറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് റെഡിയാക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ നഗറ്റ്സ് ഒക്കെ സെപ്പറേറ്റ് ഓരോ സംഭവങ്ങളും, അതേമാതിരി തന്നെ ചിക്കൻ പാസ്ത, വൈറ്റ് ചിക്കൻ പാസ്ത ആൻഡ് വെജ് പാസ്ത, അങ്ങനെ ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് വെജും ചിക്കനുമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോന്നും വന്നിട്ട് നമ്മൾ കണ്ടെയ്നേഴ്സിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ കോംബോ ബോക്സസ് ആയിട്ടാണ് വെക്കുക. അപ്പോൾ ഒരു ജ്യൂസ് വരും. അത് കോംബോ ബോക്സ് നമ്മൾ എന്താണ് പറയുക, ക്ലയൻറ്റിൻ്റെ ആവശ്യത്തിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. ഒരുപാട് പേർക്ക് ഇനിയും കുറേ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അതാ ഒരു പാസ്തയുടെ ഒരു ബോക്സ്, അതേമാതിരി തന്നെ പപ്സിൻ്റെ ഒരു ബോക്സ് കൊറിയൻ ബൺസ് ആക്കി, അതേമാതിരി നമ്മുടെ എന്താണ് പറയുക നഗറ്റ്സ് ആക്കി, കഴിക്കാനുള്ള ഫോർക്ക്, സ്പൂണ്, അതൊക്കെ നമ്മളുടെ ആ കട്ട്ലറി സെറ്റ് വെച്ചു. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു നമ്മുടെ ടിഷ്യൂ ഇല്ലേ, അതും കൂടി വെച്ചിട്ട് നമ്മൾ കോംബോ ബോക്സ് അടയ്ക്കുകയാണ്. അപ്പോൾ ആ കോംബോ ബോക്സിൻ്റെ മുകളിലായിട്ട് താങ്ക് യു ഫോർ ചൂസിങ് ആസ്, അതേമാതിരി തന്നെ ഹോം മെയ്ഡ് വിത്ത് ലവ്, വിനീസ് കിച്ചൻ്റെ സ്റ്റിക്കേഴ്സ്, ഹാപ്പി ബർത്ത്ഡേ എല്ലാം കൂടി ഒരു ഇതായിട്ടുള്ള കോംബോ ബോക്സ്. ഇതാ മോൻ്റെ ബർത്ത്ഡേയുടെ കേക്കാണ്. ഇത് നമ്മുടെ ബേക്കിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൂടിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ കോംബോ ബോക്സസും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ കോംബോ ബോക്സസ് എല്ലാം കൂടി എടുത്തിട്ട് ഇനി മോൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണം. അത് നമ്മുടെ ഡിസ്കവറി ഗാർഡൻസിലാണ് ഉള്ളത്. അപ്പോൾ ഞാനും കിച്ചുവും കൂടിയിട്ടാണ് പോയിട്ട് അത് കൊടുത്തത്. അത് തിരിച്ചു വന്നിട്ട് വേണം എനിക്ക് ഇഫ്താറിൻ്റെ പാർട്ടിക്ക് പോവാനായിട്ട്. ഇഫ്താറിൻ്റെ പാർട്ടിക്ക് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഗ്രീൻ, പിങ്ക്, അങ്ങനെയുള്ള ബ്ലാക്കിൻ്റെ വരുന്ന സാരിയാണ് ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു. എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് തന്നതാണ്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ കാണാം.